ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 18 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കൈകൊട്ടിക്കളി വൃത്തപ്പാട്ടുകളുടെ അവതരണം ഇരിങ്ങാലക്കുടയിൽ ആരംഭിച്ചു. രാവിലെ 6 മണിക്ക് ശാന്തിനികേതൻ പബ്ലിക് സ്കൂൾ അങ്കണത്തിലാണ് 140ഓളം പേർ അണിനിരന്നുള്ള മെഗാ കൈകൊട്ടിക്കളിയോടെ പ്രകടനം ആരംഭിച്ചത്. രാത്രി 12 മണിവരെ തുടർച്ചയായാണ് കൈകൊട്ടിക്കളി നടക്കുക. പ്രശസ്ത കൈകൊട്ടിക്കളി കലാചാരിയായ ഗുരു അണിമംഗലത്ത് സാവിത്രി അന്തർജനത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുരാവൃത്തം മഹാസംഗമത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. കൈകൊട്ടിക്കളി എന്നുള്ള കലാരൂപം കേരളത്തിന്റെ സ്ത്രീകളുടെ തനിമയാർന്ന കലാരൂപമായിട്ട് നിലനിൽക്കുന്നു. വളരെ ചുരുക്കം കലാരൂപങ്ങളാണ് സ്ത്രീകളുടേതായിട്ട് കേരളീയ സമൂഹത്തിലുള്ളത്. അതിൽ എടുത്തു പറയാവുന്ന ഒന്നാണ് കൈകൊട്ടിക്കളി എന്ന് അറിയാവുന്നവരാണ് ഇവിടെയുള്ളവരെല്ലാവരും തന്നെ. പല വിധത്തിലുള്ള ചുവടുകൾ ആകർഷണീയമായ രീതിയിൽ ചടുലമായതും ലാസ്യമഹിയാത്മകമായതും ഒക്കെ ആയിട്ടുള്ള ഈ പാട്ടുകളുടെ അകമ്പടിയോടുകൂടി നടത്തുന്ന കളി അന്തർഭാഗങ്ങളിൽ ഗൃഹാന്തര ഭാഗത്താണ് നടന്നു പോന്നിരുന്നത് എന്ന് നമുക്കറിയാം. വീടിന്റെ അകത്തളങ്ങളിൽ അല്ലെങ്കിൽ പിന്നാമ്പുറങ്ങളിൽ നടന്നു വന്നിരുന്ന കൈകൊട്ടിക്കളിയെ പൊതുവേദിയിലേക്ക് അരങ്ങിലേക്ക് ആദരിക്കുകയും സാമൂഹ്യ അംഗീകാരം നേടിക്കൊടുക്കുകയും ചെയ്ത ഒരുപാട് മഹതികൾ ഇരിങ്ങാലക്കുടയുടെ പോയകാല ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടപ്പുണ്ട്. അവരുടെ ചിത്രങ്ങളാണ് നമ്മുടെ വേദിയിൽ മാലയിട്ട് അലങ്കരിച്ചു വെച്ചിട്ടുള്ളത്. സംഘാടക സമിതി ചെയർപേഴ്സൺ സോണിയാഗിരി അധ്യക്ഷയായിരുന്നു. യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം ചീഫ് എഡിറ്റർ സുനിൽ ജോസഫ് മുഖ്യാതിഥിയായി. കലാഗുരുക്കളായ കടവല്ലൂർ ശ്രീദേവി അന്തർജനം, കാവനാട് സാവിത്രി അന്തർജനം, അണിമംഗലത്ത് സാവിത്രി അന്തർജനം എന്നിവരെ ആദരിച്ചു. യു പ്രദീപ് മേനോൻ, പുത്തിലത്ത് ലീല അന്തർജനം തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, ശാന്തിനികേതൻ സ്കൂൾ പ്രിൻസിപ്പൽ പി എൻ ഗോപകുമാർ, വി ശ്രീരേഖ തുടങ്ങിയവർ സംസാരിച്ചു. 50 വർഷങ്ങൾക്ക് മുൻപ് ഇരിങ്ങാലക്കുടയിലെ മുത്തശ്ശിമാരും അമ്മമാരും ഓണവും തിരുവാതിരയും പോലുള്ള ആഘോഷങ്ങളിൽ പാടി കളിച്ചിരുന്ന 37 പുരാണ കഥാഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന 300-ലധികം വൃത്തപ്പാട്ടുകളാണ് പുനരാവിഷ്കരിക്കപ്പെടുന്നത്. കേരളത്തിലെ 30-ലധികം പ്രശസ്ത കൈകൊട്ടിക്കളി സംഘങ്ങൾ തിരുവാതിരക്കളിയുടെ ആചാരങ്ങൾ പിന്തുടർന്ന മഹാസംഗമത്തിൽ പങ്കുചേരുന്നു. 700-ലധികം കലാകാരികളുടെ സാന്നിധ്യത്തിൽ 18 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന വൃത്തപ്പാട്ടുകൾ കൈകൊട്ടിക്കളിയുടെ അകമ്പടിയോടെ URF ലോക റെക്കോർഡിലേക്ക് എത്തുന്നുവെന്നതാണ് ശ്രദ്ധേയമാകുന്നത്. കലയുടെ പാരമ്പര്യം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക, ഇതിന്റെ ലാളിത്യവും ആചാര പ്രാധാന്യവും ലോകമെമ്പാടും പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള പരിപാടി കലാ പുനരാവിഷ്കാരത്തിന്റെ നാഴികക്കല്ലായിരിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ചക്രം